മനോഹരമായ സമയം വാത്സല്യ സഭയിൽ കർത്താവിൻ്റെ വചനവുമായി വരുവാൻ എനിക്കും ഒരവസരം ദൈവം തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സഭയുടെ അനുഗ്രഹീതനായ ശുശ്രൂഷകൻ പ്രിയ സനിച്ചായൻ, അദ്ദേഹത്തിൻ്റെ കുടുംബം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സഹ ശുശ്രൂഷകരെ, പ്രത്യേകിച്ച് പ്രിയ വർഗീസ് തലകൻചായൻ, ജിമ്മച്ചായനെ, ദൈവത്തിൻ്റെ കുടുംബം, അവരെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റെല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ വന്ദനം. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ഞാൻ ഈ ദേശത്ത് നമ്മുടെ സ്റ്റാൻലി ജോൺ പാസ്റ്റർ ശുശ്രൂഷിക്കുന്ന സഭയുമായി ബന്ധപ്പെട്ടുള്ള കൺവെൻഷനോടുള്ള ബന്ധത്തിൽ അവരെന്നെ ക്ഷണിക്കുവാനും ഇവിടെ ചില ദിവസങ്ങൾ ആ കൺവെൻഷനിൽ അറ്റൻഡ് ചെയ്യുവാനും കർത്താവ് സഹായിച്ചു. അത് ജീവിതത്തിലെ ഒരു നിയോഗമായി ഞാൻ കരുതുന്നു. ഇവിടെ വരുവാനും എല്ലാവരെയും കാണാനൊക്കെ ഒരു അവസരം ദൈവം തന്നു. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. ഈ സഭയിലും കടന്നു വരുവാൻ ദൈവം ഒരവസരം തന്നു. റിജോയ്സ് മിനിസ്ട്രി, കർത്താവിന് സ്തോത്രം. ആ പേര് പോലെ തന്നെ അത് സന്തോഷമായിരിക്കട്ടെ. കർത്താവിന് സ്തോത്രം. ഞാൻ ഈ സഭയുടെ ആരാധനയിലേക്ക് വരുമ്പോൾ എന്നോട് പ്രിയ സ്റ്റാൻലി പാസ്റ്റർ ഒത്തിരി നല്ല കാര്യങ്ങൾ ഈ സഭയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നാം കർത്താവിൽ സന്തോഷിക്കുന്നവരാണ്. കർത്താവിൽ സന്തോഷിക്കുവാൻ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഏറ്റവും കൂടുതൽ കാണുന്നത് കർത്താവിൽ സന്തോഷിപ്പാനാണ്. സങ്കീർത്തന പുസ്തകങ്ങൾ മുഴുവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് സന്തോഷിപ്പാൻ വേണ്ടി മാത്രമാണ്, പാടി മഹത്വപ്പെടുത്തുവാൻ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതേറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്ത് എടുത്ത് പറയുന്നത് പൗലോസാണ്. പൗലോസ് സന്തോഷിക്കാൻ പറയുന്ന സാഹചര്യം അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ദാവീദ് സന്തോഷിക്കുന്ന സാഹചര്യം തൻ്റെ ജീവിതത്തിൻ്റെ സമൃദ്ധിയിലും പ്രശ്നങ്ങളിലും ഒക്കെ താൻ സന്തോഷിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ താൻ സന്തോഷിച്ചിട്ടുള്ളത് ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുതൽ അനുഭവിക്കുന്ന സന്ദർഭത്തിലാണ്. എൻ്റെ ഉള്ളം യഹോവയിൽ ആനന്ദിക്കുന്നു എന്നൊക്കെ പറയുന്നു. എന്നാൽ പൗലോസിൻ്റെ ജീവിതത്തിൽ തുടക്കം മുതൽ ഒരുപാട് പ്രതിസന്ധികളാണ്. എന്നാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരിക്കലും നിരാശയുടെ വാക്കുകൾ നമ്മൾക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ട്, അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ കാണാനായിട്ട് കഴിയത്തില്ല. കാരണം പഴയ നിയമത്തിലെ ഭക്തന്മാരെല്ലാം രക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ രക്ഷയെക്കുറിച്ച് ആരാഞ്ഞ് ചിന്തിച്ച് ദൈവത്തെ ആരാധിച്ചു. എന്നാൽ പുതിയ നിയമ വിശുദ്ധന്മാർ രക്ഷയുടെ സന്തോഷത്തിലാണ് സന്തോഷിക്കുന്നത്. അതാണ് അതും ഇതുമായിട്ടുള്ളൊരു വ്യത്യാസം. പഴയ നിയമ വിശുദ്ധന്മാരെല്ലാം യേശുക്രിസ്തുവിൽ കൂടി വരുവാൻ പോകുന്ന മഹിമയെ ആരാഞ്ഞ് അന്വേഷിച്ച് സന്തോഷിച്ചു. എന്നാൽ ഇന്ന് ഞാനും നിങ്ങളും ആയിരിക്കുന്നത് ആരാഞ്ഞ് സന്തോഷിച്ചല്ല, നമ്മൾ ആ രക്ഷയുടെ സന്തോഷം അനുഭവിച്ച് സന്തോഷിക്കുന്നവർ. അതാണ് അതിലും ഇതിലുമായിട്ടുള്ള വ്യത്യാസം. അവരുടെ സന്തോഷം പലപ്പോഴും പ്രതിസന്ധികളിൽ അവർ വിലപിക്കാറുണ്ട്. കർത്താവിന് സ്തോത്രം. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവിനെ ആരാധിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരുടെ സന്തോഷം ഒരിക്കലും അവസരത്തിനൊത്ത് കുറയുകയോ കൂടുകയോ ചെയ്യുന്നില്ല. അവർ ഈ ലോകത്തെ നോക്കിയല്ല സന്തോഷിക്കുന്നത്, ഈ ലോകത്തിലെ സൗകര്യങ്ങളെ കണ്ടുമല്ല സന്തോഷിക്കുന്നത്. അവർ സന്തോഷിക്കുന്നത് അത് അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കുന്ന രക്ഷയിലാണ്.
പൗലോസിന്റെ വാക്ക് അങ്ങനെയാണ് പറയുന്നത്, ഇത്ര വലിയ രക്ഷ ദൈവത്തിന് ഇത്ര വലിയ രക്ഷ, ഇത്ര വലിയ രക്ഷ ദൈവത്തിന് സ്തോത്രം. അതാണ് അവരെ സന്തോഷമുള്ളവരാക്കി എന്നെ നിങ്ങളെ മാറ്റുന്നത്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അല്പ സമയത്തെ ചിന്തയ്ക്കായിട്ട് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ഒരു വേദഭാഗം ഒരുമിച്ച് ചിന്തിപ്പാൻ ഞാനും കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ആമേൻ. ദൈവവചനത്തിൽ നിന്ന് നമുക്കൊരു വേദഭാഗം വായിക്കാം. അത് അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 26-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ആക്ട്സ് ചാപ്റ്റർ 26 വേഴ്സസ് 16. എങ്കിലും നീ എന്നെ കണ്ടതിനും ഞാൻ ഇനി നിനക്ക് പ്രത്യക്ഷനാവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. എന്നിട്ട് അവർക്ക് പാപമോചനവും. എന്നാൽ രക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നിന്നെ എന്തിനാണ് രക്ഷിക്കുന്നത് എന്ന് അത് സർവശക്തനായ ദൈവം പൗലോസിനോട് പറയുകയാണ്. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കലേക്ക് തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. ആമേൻ. സ്തോത്രം. അപ്പൊ നമ്മുടെ മേലുള്ള ആ വലിയ നിയോഗം എന്താണെന്ന് നമ്മളൊന്നറിയണം. സ്തോത്രം, സ്തോത്രം. നമുക്ക് ലഭിച്ച രക്ഷയിൽ നാം സന്തോഷിക്കുന്നു. പക്ഷെ അങ്ങനെ സന്തോഷിച്ചു പോകാൻ വേണ്ടി മാത്രമാണോ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? ഒരു വലിയ രക്ഷ നമുക്ക് ലഭ്യമായി. അതിൽ നമ്മൾ അങ്ങനെ സന്തോഷിച്ചുല്ലസിച്ചു പോവുക മാത്രമാണോ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? സ്തോത്രം. അങ്ങനെ ആയിരുന്നെങ്കിൽ ആദ്യകാലങ്ങളിൽ അറിഞ്ഞിരുന്നവർ നമ്മളോട് അറിയിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ വരികയില്ലായിരുന്നു. നമ്മുടെ മേലൊരു നിയോഗമുണ്ട്. രക്ഷിപ്പാൻ വിളിക്കപ്പെട്ടവരായിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ദൗത്യമുണ്ട്. അതാണ് ഈ ലോക ജീവിതത്തിൽ നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ടത്. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. ഇവിടെ ധന്യനായ പൗലോസിനോട് തന്നെ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ തൻ്റെ കാര്യങ്ങൾ പ്രസ്താവിക്കുന്ന സമയം അദ്ദേഹം വളരെ വ്യക്തമായി പറയുകയാണ്. എന്നോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു കമാൻഡിങ് ഉണ്ട്, ഒരു കൽപ്പനയുണ്ട്. ആ കൽപ്പന ഇങ്ങനെയാണ്: നീ എന്നെ കണ്ടതിനും. സ്തോത്രം, സ്തോത്രം. നീ എന്നെ കണ്ടതിനും. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം കർത്താവിനെ കാണാനിടയായതാ. അതിനേക്കാൾ വലിയൊരു ഭാഗ്യമൊന്നും ജീവിതത്തിലില്ല. നമ്മൾ ആരായി തീർന്നു എന്ന് പറയുന്ന ഭാഗ്യ പദവിയേക്കാൾ ലോകത്തിൽ ഒരു ദൈവമൈതലിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എനിക്കെന്റെ കർത്താവിനെ അറിയാനിടയായി. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം കേട്ടോ. സ്തോത്രം, സ്തോത്രം. അതിന്റെ ഗൗരവം നമ്മളൊന്ന് അറിയണം. കർത്താവിനെ അറിയാനിടയായതിൻ്റെ ആ ഭാഗ്യ പദവിയുടെ ഗൗരവം. സ്തോത്രം. പ്രൈസലോ. ഞാൻ പ്രസംഗിക്കുന്ന സമയങ്ങളിൽ പലപ്പോഴും ഓർപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ ഭൂമിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടവരല്ല.
ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടവരല്ല. ഈ ശരീരം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചതാ, മണ്ണിൽ നിന്നെടുത്തിരിക്കുന്ന ഘടകങ്ങളായതല്ല. എന്നാൽ ഈ ശരീരത്തിനകത്ത് വസിക്കുന്ന ഒരാത്മാവുണ്ട്. അത് ഈ ഭൂമിയുടെ സംഭാവനയല്ല, ഈ ലോകത്തിന്റെ സംഭാവനയൊന്നുമല്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതൊരു പിതാവിൻ്റെയോ മാതാവിൻ്റെയോ ഒരു കുടുംബത്തിൻ്റെയോ സംഭാവനയൊന്നുമല്ല. അത് സർവശക്തനായ ദൈവത്തിൻ്റെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ആത്മാക്കളുടെ ഉടയവനായ ദൈവം. അപ്പൊ നമ്മുടെ ആത്മാക്കളുടെ ഉടയവൻ ആരാ? ദൈവമാണ്. സ്തോത്രം, സ്തോത്രം. ആത്മാവിനെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആത്മാവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോ ആ ആത്മാവിന് വസിക്കാൻ ഒരു കൂടാരം ആവശ്യമാണ്, ഒരു കെട്ടിടം. സ്തോത്രം, ആമേൻ. ആ ഒരു കെട്ടിടം മാത്രമാണ് ഈ ശരീരം. ഈ കെട്ടിടത്തിന്റെ കാലാവധിയെ കുറിച്ച് ശലോമോൻ വ്യക്തമായി പറയുന്നുണ്ട്, എങ്ങനെ ഇത് അഴിയുമെന്ന്. ഇന്ന് വളരെ ശക്തമായി പ്രസംഗിക്കുന്ന ഞാനും നല്ല വേഗതയിൽ ഓടുന്ന സ്റ്റാൻലി പാസ്റ്ററും ഒരുപാട് അധ്വാനിച്ച കർത്താവിൻ്റെ ദാസൻ സണ്ണിച്ചാനും ഒത്തിരി പേർ ഓടി അധ്വാനിച്ച് നിത്യതയിൽ ചേർക്കപ്പെടുവാനിടയായി. അപ്പോൾ അവരെല്ലാം ശരീരത്തിൻ്റെ യൗവനം, നല്ല വാർദ്ധക്യം ഒക്കെ ഓടി തീർത്ത് പോകും. അപ്പോൾ ജീവിതത്തിൻ്റെ ഘടകങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇതിനൊരു കാലാവധി ദൈവം വെച്ചിട്ടുണ്ട്. അത് നമ്മളൊന്ന് ചിന്തിക്കുന്നതല്ലായിരിക്കും. ആദമിനെ ദൈവം സൃഷ്ടിച്ചിട്ട് ദൈവം പറഞ്ഞു, അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനിൽ മണ്ണുകൊണ്ട് മനുഷ്യനെ മെടഞ്ഞിട്ട് അവന്റെ ഉള്ളിൽ ജീവശ്വാസമൂതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. സ്തോത്രം. അവന്റെ ആയുസ്സിന് ദൈവം കാലാവധി വെച്ചതേ ഇല്ല. നിങ്ങൾ സന്താന പുഷ്ടി ഉള്ളവരായി പെരുകി ഭൂമിയിൽ നിറയാനാ പറഞ്ഞേ, വാഴാനാ പറഞ്ഞേ. പക്ഷേ മനുഷ്യൻ ദൈവത്തിന്റെ വാക്കുകളെ അതിനേക്കാൾ കൂടുതൽ അവന്റെ നിരൂപണങ്ങൾക്കും ചിന്തകൾക്കും വില കൊടുത്തു കഴിഞ്ഞപ്പോ അവൻ വശീകരിക്കപ്പെടുവാനും ദൈവത്തിങ്കൽ നിന്ന് അന്യപ്പെടുവാനും ഇടയായി. അതിന്റെ ഫലമായിട്ട് ദൈവം പറഞ്ഞു, കർത്താവിന് സ്തോത്രം, ഇങ്ങനെയാണ് വായിക്കുന്നത്, അകത്തെ മനുഷ്യൻ, മരിച്ചുപോയ മനുഷ്യൻ എന്നേക്കും മരിച്ച നിലയിൽ ജീവിച്ചിരിക്കാതിരിപ്പാൻ, അങ്ങനെയാ പറയുന്നത്. അവൻ അകത്തെ മനുഷ്യൻ മരിച്ചു, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ വാക്കിനെ ധിക്കരിച്ച ആ സമയം അകത്തൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു, അവൻ മരിച്ചു. ആ മരിച്ച മനുഷ്യൻ ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ തിന്നിട്ട് എന്നേക്കും അകം മരിച്ചവൻ പുറത്ത് ഒത്തിരി കാലം ഇരിക്കാതിരിക്കാൻ, എന്നേക്കും മരണമില്ലാതിരിക്കാൻ ദൈവം ഈ ശരീരത്തിനും മരണം കൽപ്പിച്ചു, നിയമിച്ചു. ഇല്ലേ, നമ്മളെ ആരെയും ദൈവം നിർമ്മിച്ചത് മരിക്കാൻ വേണ്ടിയൊന്നുമല്ല. പക്ഷേ ആദി മനുഷ്യന്റെ ലംഘനത്താൽ പാപം സകല മനുഷ്യരിലേക്കും പരന്നിരിക്കുന്നതിനാൽ പാപത്തിന്റെ ശമ്പളമായ ആത്മീക മരണവും ശാരീരിക മരണവും, രണ്ടും ഉണ്ട് കേട്ടോ. ആത്മീക മരണവും ശാരീരിക മരണവും, ശരീരത്തിന്റെ മരണത്തെ അല്ലെങ്കിൽ ശരീരത്തിന്റെ ആ നഷ്ടത്തെയാണ് നമ്മൾ പറയുന്ന വേർപെടുക എന്ന് പറയുന്നത്. എന്നാൽ ആത്മാവിന്റെ മരണം, അത് ക്രിസ്തുയേശുവിൽ കൂടി വീണ്ടും ജനിക്കുവാനുള്ള ഭാഗ്യം കിട്ടി. വീണ്ടും ജനിക്കാനുള്ള ഭാഗ്യം യേശു ക്രിസ്തുവിൽ കൂടി അല്ലാതെ ഒരു മാധ്യമത്തിലൂടെയും മനുഷ്യന് ദൈവം വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ
ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. സ്തോത്രം. അപ്പോ അകത്തെ ഒരു മനുഷ്യനെ നിത്യജീവൻ നൽകാൻ നിർമ്മലമായ സുവിശേഷമായത്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. നിത്യജീവൻ നൽകാൻ കർത്താവിന് സ്തോത്രം ദൈവം തന്നെ പദ്ധതി ഒരുക്കി. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവിനെ അറിയാനുള്ള ഭാഗ്യം കിട്ടി. മനസ്സിലായോ? അതാണ് ആ കർത്താവിനെ കാണാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടി. അത് നമ്മുടെ വായന കൊണ്ടോ പഠനം കൊണ്ടോ ഒരു പ്രസംഗം കൊണ്ടോ ഒന്നും കിട്ടുന്ന സാധനമല്ല. അത് ദൈവം തമ്പുരാൻ തന്നെ നമ്മോട് കരുണ കാണിക്കണം. കർത്താവിൻ്റെ കരുണയാണ് കർത്താവിനെ അറിയാനുള്ള ഭാഗ്യം. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില്ലെങ്കിലും അവിടെ വന്നിരുന്നു ചിന്തിപ്പാനിടയായി. കർത്താവിനെ അറിയാനുള്ള ഭാഗ്യം ദൈവം തന്നു. അപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ കൂടെ സഹകരിക്കുകയും നമ്മൾ പറയുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്ത് എത്രയോ പ്രിയപ്പെട്ടവർക്ക് ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ട് ഇന്നും ഗ്രഹിക്കാതിരിക്കുമ്പോൾ പുഴവക്കത്തിരിക്കുന്ന ലുദിയായുടെ ഹൃദയത്തെ ദൈവം തുറന്നതുപോലെ എൻ്റെ നിങ്ങളുടെ ഹൃദയം തുറന്നതുകൊണ്ടാ പ്രിയമുള്ളവരെ നമ്മൾ ഇതിനകത്ത് വന്നിരിക്കുന്നത്. സ്തോത്രം. അതാണ് കഴിഞ്ഞ ദിവസം ചിന്തിച്ചപ്പോൾ ഞാൻ ആ മീറ്റിങ്ങിൽ പറയാനിടയായി. ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവരത് പ്രാപിച്ചു. ശേഷമുള്ളവർ എന്ത് ചെയ്യുക? കഠിനപ്പെട്ടിരിക്കുക. ഇന്നും ഇസ്രായേൽ തിരഞ്ഞുകൊണ്ടിരിക്കുക. ഈ ജീവന്റെ വഴി ഏതാണെന്ന് അവർ ഇന്നും മശിഹയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. എന്നാൽ യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്ന എനിക്കും നിങ്ങൾക്കും അത് ലഭിക്കാനിടയായത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. അതാണ് അതിന്റെ ഭാഗ്യം. ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. അതൊരു നിസ്സാര കാര്യമല്ല കേട്ടോ. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. സ്തോത്രം. എന്നാൽ ഒരു കൂട്ടര് തിരഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരു കൂട്ടര് തിരഞ്ഞെടുക്കപ്പെട്ടു, ഒരു കൂട്ടർ ഇപ്പോഴും കഠിനപ്പെട്ടിരിക്കുക. ഈ സമൂഹത്തിലാണ് ധന്യനായ പൗലോസ് പറയുന്നത്, നീ എന്നെ കണ്ടതിനും ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, പത്രോസിനോട് കർത്താവ് പറഞ്ഞത്, ശിഷ്യന്മാരോടൊക്കെ കർത്താവ് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത്? അവർ പറഞ്ഞു, പല അഭിപ്രായം പറഞ്ഞു. എന്നാൽ പത്രോസ് പറഞ്ഞൊരു മറുപടി, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഞാൻ അറിയുന്നു. സ്തോത്രം. ഒരു മനുഷ്യ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ പുത്രനെ അറിയാൻ ലഭിച്ചതാണ്. സമൂഹത്തിൽ ഒത്തിരി സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതോ പദവികൾ ലഭിക്കുന്നതോ ഒന്നുമല്ല. അതെല്ലാം ഈ ശരീരത്തോട് വിട പറയുമ്പോൾ അതെല്ലാം തീർന്നു. പക്ഷേ ജീവനുള്ള ദൈവത്തെ അറിയാനൊരു ഭാഗ്യം ലഭിച്ച അത് ഇവിടെ അല്ല, നിത്യതയോളം നമ്മെ എത്തിക്കുന്നതാണ്. അതാണ് അതിൻ്റെ ആ ഭാഗ്യപദവി എന്ന് പറയുന്നത്. അതിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് അതാ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം, സ്തോത്രം. അപ്പൊ പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നീ എന്നെ നിന്റെ കഴിവ് കൊണ്ടറിഞ്ഞതല്ല, സ്വർഗസ്ഥനായ പിതാവ് നിനക്കിത് വെളിപ്പെടുത്തി തന്നില്ലായിരുന്നെങ്കിൽ നിനക്കിത് അറിയാൻ പറ്റത്തില്ല. സ്തോത്രം. വേദപുസ്തകം മുഴുവൻ നന്നായി വായിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് കർത്താവിനെ അറിയണമെന്നൊന്നുമില്ല. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്ന് പഴയ കാലങ്ങളിൽ പറയുകയും ഇപ്പം അത് നിഷേധിക്കുകയും ചെയ്യപ്പെടുകയാണ് മഹാത്മാഗാന്ധി. അദ്ദേഹം പറഞ്ഞു, ബൈബിൾ സത്യമാണ്, കർത്താവ് സത്യമാണ്, എല്ലാം സത്യമാണ്. പക്ഷേ ബൈബിൾ അനുസരിക്കുന്ന ഒരാൾ ഒന്ന് കാണിച്ചു തരാമെങ്കിൽ ഞാനും എന്തായി മാറാം? ക്രിസ്ത്യാനിയായി മാറാം. അപ്പൊ നോക്കണം, അറിവില്ലാത്തത് കൊണ്ടല്ല, ദൈവം തമ്പുരാൻ ഹൃദയം തുറക്കണം. അങ്ങനെയെങ്കിൽ നമ്മളോട് കാണിച്ച കരുണ എത്ര വലിയതാ. നമുക്കൊരു ഭൗതിക സാഹചര്യം ഒരുക്കിയതിനേക്കാൾ ദൈവമേ നിന്നെ അറിയാൻ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചല്ലോ.
അത് ഓർക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളം ദൈവത്തിൽ സന്തോഷിക്കുന്നത്. അനേകർക്ക്, ജ്ഞാനികൾക്കും വിവേകികൾക്കും ഇത് മറച്ചിട്ട് അവൻ ശിശുക്കളായ നമുക്കിത് വെളിപ്പെടുത്തി തന്നെങ്കിൽ തമ്പുരാന്റെ കരുണ എത്ര വലിയതെന്നറിഞ്ഞ് ആ കർത്താവിനെ നമ്മൾ സ്തുതിച്ചാരാധിക്കണം, അവനിൽ സന്തോഷിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. രക്ഷയുടെ വലിപ്പം അതാണ്. അത് ശലോമോൻ പറയുന്നത് ഈ ശരീരം, ഇനി രണ്ടാമത്തെ ഘടകമാണ് ഈ ശരീരം. നമ്മൾ ഈ ശരീരത്തെ വിട്ടേ പറ്റൂ. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 15-ാം അധ്യായം 50-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ, നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പോകാനുള്ളത്. അതാ ഫിലിപ്പിയ ലേഖനം 3:20 വായിക്കുന്നത്. അവൻ നമ്മുടെ പൗരത്വം ഇവിടെ അല്ല, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. നമ്മുടെ പൗരത്വം എന്ന് പറയുമ്പോൾ ഈ ശരീരത്തിന്റെ പൗരത്വം അല്ല, ഇതിനകത്തൊരു മനുഷ്യനുണ്ട്. അതിനെക്കുറിച്ച് പൗലോസ് പറയും, എനിക്കൊരു അകത്തെ മനുഷ്യനെ അറിയാം, ക്രിസ്തുവിൽ എനിക്കൊരു മനുഷ്യനെ അറിയാം. അവൻ ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അപ്പൊ അകത്തൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനെ സംബന്ധിച്ച് പൗലോസ് പറയുക, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരുപ്പാൻ ഞാനേ ഈ ശരീരം ഒരിക്കലും വിടാൻ നമ്മളെ സമ്മതിക്കത്തില്ല. പക്ഷെ ഇതിനകത്തിരിക്കുന്ന മനുഷ്യൻ എങ്ങനെയും പോയാൽ മതി എന്നും പറഞ്ഞ ഒന്നുകൂടെ ഈ വാക്യം മാറാതെ തന്നെ നമുക്കൊന്ന് നോക്കാം. ദൈവത്തിന് സ്തോത്രം. ഒന്ന് വായിച്ചാട്ടെ, റോമാലേഖനം 8-ാം അധ്യായം. ആമേൻ, സ്തോത്രം. അതിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അപ്പൊ ഈ കാലത്തിൽ നമുക്ക് എന്തോ ഉണ്ട്, കഷ്ടമുണ്ട്. അപ്പം നമ്മൾ പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കഷ്ടങ്ങളൊക്കെ മാറും. പക്ഷേ ഒരു കഷ്ടം കഴിഞ്ഞാൽ അടുത്ത കഷ്ടം വരും, ഉറപ്പാ. നമ്മൾ വിചാരിക്കും കഷ്ടമൊക്കെ എന്തെന്നേക്കും പോകുന്നില്ല, എന്തേലുമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വന്നെങ്കിലല്ലേ നമുക്ക്, ഇല്ലേ? ഇവിടെ ഈ റിജോയ്സ് എന്ന് പറയുന്ന ആ ചർച്ചയ്ക്ക് വന്നിട്ട് കർത്താവ് പാസ്റ്റർ പറയാ കഷ്ടം ഇനിയും വരണോ? ഈ മനുഷ്യനെയാണോ ഞങ്ങൾ പുൽപ്പിറ്റിക്ക് വെച്ചിരിക്കുന്നത്? എൻ്റെ ദൈവമക്കളെ, പൗലോസ് പറഞ്ഞത്, സന്തോഷിക്കാൻ പറഞ്ഞതേ, റോമൻ കാരാഗ്രഹത്തിൽ പിറ്റേന്ന് തല ഛേദിക്കപ്പെടുമെന്ന് ഉറപ്പുണ്ടായിട്ടാണ് പറഞ്ഞത്. സന്തോഷിക്കാൻ പറഞ്ഞേ, പിടികിട്ടിയോ പറഞ്ഞേ? ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഇവിടെ പൗലോസ് പറയാം, പൗലോസ് പറഞ്ഞൊരു വാക്ക്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നേ, സാരമില്ല കേട്ടോ. ഈ ശരീരത്തെ മാത്രമേ പിശാചിന് വല്ലതുമൊക്കെ ചെയ്യാൻ പറ്റൂ, ഈ ലോകത്തിന് ദണ്ഡിപ്പിക്കാൻ നോക്കൂ കേട്ടോ. അകത്ത മനുഷ്യനെ തൊടാൻ ഇവന് കഴിയത്തില്ല. അതാണ് നമ്മുടെ ബലം, അതാണ് നമ്മുടെ ധൈര്യം. എന്റെ അകത്ത മനുഷ്യനെ തൊടാൻ പിശാചിന് കഴിയത്തില്ല. കാരണം അവൻ ക്രിസ്തുവിനൊരു മനുഷ്യനാ. അവനെ നിർമ്മിച്ചതും സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും സർവശക്തനായ ദൈവമാ. സ്തോത്രം, സ്തോത്രം. എന്നിട്ട് അടുത്ത വാക്യം വായിക്കുക. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും. ശ്രദ്ധിക്കണേ, സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ നിന്ന് വിടുതൽ. അതാണ് യഥാർത്ഥ വിടുതൽ. നമ്മുടെ യഥാർത്ഥ വിടുതൽ എന്തുവാ? ഈ ദ്രവത്വം അതൊരു ദാസ്യത്വമാ. എന്നാൽ അകത്ത മനുഷ്യൻ അവൻ ദാസനല്ല, അവൻ ദൈവത്തിന്റെ മകനാ, ദൈവത്തിന്റെ മകളാ. അപ്പാ പിതാവ് എന്ന് വിളിക്കുന്നത് ഈ ശരീരമല്ല, ഇതിനകത്ത മനുഷ്യനാ കേട്ടോ. അവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ദാസനല്ല, പാപത്തിന്റെ ദാസനല്ല. അവൻ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലാ. ദൈവത്തിന്റെ സ്തോത്രം. ആ മർമ്മമാണ് നമ്മൾ അറിയേണ്ടുന്നത്. പുറത്തെ മനുഷ്യനിലെ വല്ലതും ചെയ്യാൻ പറ്റൂ, പക്ഷെ അകത്ത മനുഷ്യനെ തൊടാൻ അവന് കഴിയത്തില്ല. അവൻ ദാസനല്ല കേട്ടോ. അകത്ത മനുഷ്യൻ അത് ദൈവത്തിന്റെ മനുഷ്യൻ. അതാണ് പൗലോസ് പറയുന്നത്,
ഞാൻ ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ അറിയുന്നു. ദൈവമക്കളെ, നമ്മൾ ആ നിലയിൽ ആത്മീയ വെളിപ്പാട് പ്രാപിച്ചാരാധിക്കണം. അതുകൊണ്ടാണ് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നത്. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളെ തേജസ്സുമാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. ആദമിന്റെ ആയുസിനെ ദൈവം കുറച്ച് 930 അങ്ങോട്ടാ. മെതുശലേഖ് എന്ന് പറയുന്ന മനുഷ്യൻ 969 വർഷം ജീവിച്ചു. അതിനപ്പുറം ആരെങ്കിലും ജീവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വേദപുസ്തകത്തിൽ 969 ഉള്ളൂ. മരിച്ചു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവം പറഞ്ഞു, ഇത് വേണ്ട, ഇത്രയും വേണ്ട. മനുഷ്യന്റെ ആയുസ് ഞാൻ കുറച്ചു, 120 ആക്കി. കുറച്ചു. 969 വരെ ഇങ്ങനെ പാപത്തിൽ ജീവിക്കുന്നതിനേക്കാൾ 120 ആക്കി. കുറച്ചുകൂടെ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ മോശ പറഞ്ഞു 70 ഏറെയായ. അത് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മോശ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുമ്പോൾ 20 വയസ്സിന് മുകളിലോട്ടുള്ള ജനത്തിൻ്റെ കണക്കെടുത്തിട്ട് ബാക്കി ശേഷിച്ചത് 2 പേരാ, കാലേബും യോശുവയും. ബാക്കി എല്ലാം പട്ടുപോയി. അന്ന് 80ഉം 70ഉം ആക്കിയെന്നും പറഞ്ഞ് 80 ആകുമ്പോൾ പോകാൻ പെട്ടി മേടിക്കാനൊന്നും അല്ല പറഞ്ഞേ, ഉടുപ്പ് മേടിക്കാനും അല്ല പറഞ്ഞേ. അയ്യോ, അതിന് ശേഷം ഉണ്ട്. പിന്നെ അതിൻ്റെ പ്രതാപം അല്പം പ്രയാസവും ദുഃഖവും ഒക്കെ ആയിരിക്കുന്നേ ഉള്ളൂ. അതിനർത്ഥം 80ാമത്തെ വയസ്സിൽ നമ്മൾ ചത്തുപോകുന്നൊന്നും വേദപുസ്തകത്തിലെങ്ങും പറഞ്ഞിട്ടില്ല. എങ്ങും പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ പേടിച്ചൊന്നും ഇരിക്കണ്ട. സ്വോത്രം സ്വോത്രം. 70 ആയി കഴിഞ്ഞാൽ ഇനിയിപ്പം പോകാനുള്ള സമയം അല്ല. ദീർഘായുസ് കൊടുത്ത് തൃപ്തിപ്പെടുത്തും. പക്ഷെ അത്രയും വേണോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മതി. അതിൻ്റെ പ്രതാപം അല്പം പ്രയാസമാണ്. അതെന്താ ശലോമോൻ പറഞ്ഞത്? നമ്മൾ പണ്ട് നിവർന്നു നിന്നതൊക്കെ ഏൽപ്പിച്ചിരി കുനിയും, മുടിയൊക്കെ പല്ലൊക്കെ കൊഴിയും, കാഴ്ചയൊക്കെ മങ്ങും, ചെവിയൊക്കെ അടയും, കൈയൊക്കെ വിറയ്ക്കും, മുട്ടൊക്കെ ഇടറും. അവസാനം മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. അപ്പൊ ഇതെന്തല്ല? അതല്ല കേട്ടോ. ഇത് നമ്മുടെ ശാശ്വത ഭവനം. അതാണ് നമുക്ക് സന്തോഷം. നമുക്കൊരു ശാശ്വത ഭവനമുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പക്ഷേ അതാണ്ട് ഈ ഇരിക്കുന്ന മക്കളോടൊക്കെ ഞാൻ പറയാം, മക്കളെ, എടാ ഇവിടെ അല്ല നമ്മുടെ ശാശ്വത ഭവനം എന്ന് പറഞ്ഞ് ഇവരുടെ ഉള്ളിലൊരു ചെറിയ ചിരിയിരിക്കും. കാരണം അവരിത് ജീവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോഴാണ് ഒരു ഉപദേശി എന്ന് പറയുന്നത് ഇത് ശാശ്വത ഭവനം. സ്തോത്രം. എന്നാൽ എന്നെ പോലുള്ളവരോട് പറഞ്ഞ എപ്പോൾ വേണേലും പടക്കം പൊട്ടാവുന്ന പോലെ പോകാന്നുള്ളത് കൊണ്ട് ഇത് ശാശ്വത ഭവനമല്ല. നമുക്കൊരു ശാശ്വത ഭവനമുണ്ട്. അപ്പൊ ഈ ശാശ്വത ഭവനത്തിലേക്ക് പോകുന്നത് ഏതാ? അകത്തെ മനുഷ്യനാ. അകത്തെ മനുഷ്യനെയാണ് കർത്താവ് രക്ഷയിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ ഈ പിന്നുള്ള ജീവിതം മുഴുവൻ അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനുള്ള അടിയാ. നമ്മുടെ വിശ്വാസത്തിന്റെ ജീവിതത്തിന്റെ പോരാട്ടം എന്ന് പറയുന്നത് അടുത്തിരിക്കുന്നവനുമായിട്ടല്ല, അയൽവാസിയുമായിട്ടല്ല. പിന്നുള്ള പോരാട്ടം മുഴുവൻ ഈ ശരീരവും അകത്തെ മനുഷ്യനുമായിട്ടാ. നമുക്ക് പോരാട്ടമുള്ളത് അപ്പൊ ഈ പോരാട്ടം മുഴുവൻ ആരോടാ? എന്നോട് തന്നെ എനിക്ക് പോരാട്ടം. വല്ല സംശയമുണ്ടോ? നമുക്കൊന്ന് വായിക്കാം കേട്ടോ. കർത്താവിന് സ്തോത്രം. അന്നെടുത്തോ. ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ എനിക്കും തോന്നുന്നത് കുറച്ച് എനിക്കൂടെ പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ്. റോമാലേഖനം 7-ാം അധ്യായം നമുക്കറിയാവുന്നതാണ്. വായിച്ചേ. അതിന്റെ 17 മുതലുള്ള വാക്യം. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. കണ്ടോ, പൗലോസ് പറയുക, ഞാനല്ല പ്രവർത്തിക്കുന്നത്, എന്നിൽ വസിക്കുന്ന പാപമത്രേ. എന്നിൽ എന്ന് പറഞ്ഞാൽ എന്റെ ജഡത്തിൽ വസിക്കുന്ന പാപം കേട്ടോ. അപ്പൊ ഈ ശരീരത്തിന് എപ്പോഴും എന്തോ ഉണ്ട്. താഴോട്ട് വായിച്ചേ. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, നന്മ ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല.
ഈ നന്മയും തിന്മയും എന്നൊക്കെ പറയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നന്മയെന്ന് പറഞ്ഞാൽ കർത്താവിനോടുള്ള ഏറ്റവും അടുത്ത് വസിക്കുന്ന ഒരു അനുഭവമാണ്. അല്ല നമ്മൾ ഈ കൊടുക്കുന്നതും വാങ്ങിക്കുന്നതൊന്നും അല്ല. അതിലേക്ക് ഞാൻ പോകുന്നില്ല. നന്മ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ എന്റെ ശരീരം ഒരിക്കലും സമ്മതിക്കുകയില്ല, ഒരിക്കലും സമ്മതിക്കുകയില്ല. അടുത്തത്, ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ. ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഇതാരാ പറയുന്നേ? പൗലോസ് അപ്പോസ്തലൻ പറയുക, എനിക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ ശരീരം എന്നെ എന്ത് ചെയ്യത്തില്ല, സമ്മതിക്കത്തില്ല. ഞാൻ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്യാനാണ് ഈ ശരീരം എന്നെ നിർബന്ധിക്കുന്നത്. അതാണ് എനിക്ക് പോരാട്ടം. എന്റെ ജീവിതത്തിലെ യഥാർത്ഥ പോരാട്ടം എന്താ? എന്നെ നന്മ ചെയ്യാൻ അനുവദിക്കാത്ത, കർത്താവുമായി ചേർന്നിരിക്കാൻ, ആ ദൈവമായുള്ള സഹിത്വം നിലനിർത്താൻ, എപ്പോഴും അടുത്തിരിക്കാൻ എന്റെ ഉള്ളം കൊണ്ട് ആഗ്രഹിക്കുമ്പോ അത് അനുവദിക്കാത്ത എന്റെ ശരീരത്തിന്റെ ഒരു പ്രമാണമുണ്ട്. അതാണ് എനിക്ക് വിഷമം. താഴോട്ട് വായിക്കുമ്പോ അതാ കാണുന്നത്. വായിച്ചേ. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം. ഇത് പറയുന്ന പൗലോസ് അപ്പോസ്തലനാണ് കേട്ടോ. ആമേൻ. പൗലോസ് അപ്പോസ്തലൻ പറയാ, എന്റെ ശരീരത്തിൽ ഒരു പാപം വസിക്കുന്നുണ്ട്. പാപം എന്ന് പറഞ്ഞാൽ താൻ പാപിയാന്നല്ല, ഈ ലോകം, ആ ലോകത്തിന്റെ ഇച്ഛകളിലേക്ക് നോക്കണേ. അഗബോസ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ഒരിക്കൽ ഒരു അരക്കച്ച എടുത്തിട്ട് ഇങ്ങനൊരു പ്രവചനം നടത്തി. ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ ബന്ധിക്കാൻ പോവാ, കെട്ടി അതെ കൂട്ടിക്കെട്ടാൻ പോവാ. പൗലോസ് ഉടനെ പറഞ്ഞു, ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല ഞാൻ മരിക്കാനും തയ്യാറായിട്ടാ പോകുന്നത്. എന്റെ പ്രാണനെ ഞാനേ, ചേർന്നൊന്ന് പറയാമോ, എന്റെ പ്രാണനെ ഞാനേ. എന്താ കാര്യം? ദൈവത്തിന് സ്തോത്രം. അതാണ് യഥാർത്ഥ വെളിപ്പാട്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് ഈ ലോകത്തിൽ തരുന്ന സകല ഭൗതിക അനുഗ്രഹങ്ങളും അനുഭവിക്കുമ്പോഴും നമ്മുടെ ഉള്ളം പറയേണ്ടത്, അതല്ല എന്റെ യഥാർത്ഥ സന്തോഷത്തിന്റെ അടിസ്ഥാനം. എനിക്ക് ആത്മാവിൽ ലഭിച്ച ആ നിത്യരക്ഷ ഓർക്കുമ്പോ, ഹല്ലേലൂയ, വരുവാൻ പോകുന്ന ആ തേജസ് ഞാൻ വിചാരിക്കുമ്പോ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ എനിക്ക് സാരമില്ല. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത വാക്യം ഇങ്ങനെ, എങ്കിലും ഞാൻ തിന്മ എന്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഈ രണ്ട് പ്രമാണം കൂടെ എപ്പോഴും അടി കേട്ടോ. നമ്മളോട് തന്നെ നമുക്ക് പോരാട്ടം, വേറെ ആരോടുമില്ല. സ്തോത്രം കേട്ടോ. നോക്കരുതേ എന്ന് പറയുന്നിടത്തോട്ട് കണ്ണങ്ങ് പോവും, പറയരുതേ എന്ന് പറയുന്നിടത്തോട്ട് നാവങ്ങ് പോവും, എടുക്കല്ലേ എന്ന് പറയുന്നത് എടുക്കും, ചിന്തിക്കല്ലേ എന്ന് പറയുന്നത് ചിന്തിക്കും. ഇതാണ് പോരാട്ടം. സ്തോത്രം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഇനി മുതലൊന്ന് ജീവിച്ചു നോക്കി. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയാണ്, ഇന്ന് ഞാൻ ഒന്നും കാണത്തില്ല, അന്ന് അത് മാത്രമേ കാണൂ. ഇന്ന് ഞാൻ കള്ളം പറയത്തേ ഇല്ല. കള്ളം പറയാനായിട്ട് ആൾക്കാരെ കൊണ്ടുവരും. പോരാട്ടം അതാ, അല്ല വേറെ കാര്യമൊന്നുമില്ല. ഇന്ന് ഞാൻ ഈ മുളക്കടയിൽ ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇരിക്കുമ്പോൾ ഈ പാസ്റ്റർമാരൊക്കെ വരുമ്പോൾ ഞാൻ ഒരു ദിവസം ഞാൻ പറയും, ദൈവമേ, ഇന്ന് ആരോടും ഒന്നും പറയാതെ സൗമ്യമായിട്ട് ഒരു ദിവസം കഴിക്കും. ചൊവ്വാഴ്ച ദിവസമാണ്. ഞാൻ ചൊവ്വാഴ്ച പല വിശ്വാസങ്ങളോട് പറയും, ചൊവ്വാഴ്ച ദിവസം നിങ്ങളാരും മുളക്കടയിൽ വരരുതെന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റാൻലി പാസ്റ്റോടെ പോയപ്പോൾ ഒരാൾ പറഞ്ഞു, ചൊവ്വാഴ്ച ഒരു ദിവസം വന്നതോടുകൂടി ഞാൻ എൻ്റെ വരവ് നിർത്തിയെന്ന് പറഞ്ഞു. നമ്മൾ ചൊവ്വാഴ്ച വരരുതെന്ന് പറയാണ്, ഈ പാസ്റ്റേഴ്സാണ് വരുന്നത്. അപ്പം ഞാൻ രാവിലെ എഴുന്നിട്ട് പ്രാർത്ഥാവേ, ഒന്നും ആരോടും ഒന്നും പറഞ്ഞ് കസേരയിലോട്ട് ഇരുന്നാൽ മതി. അന്ന് ആ തീരുമാനം പോകും. കാരണം ഈ ശരീരം അതിന് സമ്മതിക്കത്തില്ല. നിങ്ങളൊന്ന് നോക്കി, ഈ ഹവ്വ എന്നോ നല്ല സഹോദരിയായിരുന്നു, നല്ല സഹോദരി. അവരൊന്നും വലിയ തെറ്റൊന്നും ചെയ്തതല്ല.
ഒരു തെറ്റും അവർക്കില്ല. പക്ഷെ വചനം പറഞ്ഞ അവർ പരീക്ഷിക്കപ്പെട്ടെന്നാ. എന്താ പറയുന്നത്? പരീക്ഷിക്കപ്പെട്ടത്. ഈ കൗശലക്കാരൻ പറഞ്ഞു, ഇതേ നോക്കിയേ, ഇത് തിന്നരുതെന്ന് വാസ്തവമായി നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ, ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. ആ ചോദ്യത്തിന് അവർ പറഞ്ഞത് നോക്കുക പോലും അരുത്. കണ്ടോ? അങ്ങനെയല്ലയോ അത് പറയുന്നത്? തൊടുക പോലും അരുത്, തൊടുക പോലും അരുത്, തൊടരുത്. അങ്ങനൊന്നും കർത്താവ് പറഞ്ഞു തിന്നല്ലെന്നേ പറഞ്ഞോളൂ. പിന്നെ നമ്മൾ കുറച്ചുകൂടെ അങ്ങ് ആഡ് ചെയ്യുക. അത് ഈ ശരീരം ആടി അത് കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ രുചിയുള്ളതും എന്ന് സ്ത്രീ കണ്ടു. ഞാൻ ഇന്നും ആലോചിക്കുന്ന അതാ, തിന്നാതെങ്ങനെ ഈ രുചി മനസ്സിലാക്കുന്നത്? തിന്നിട്ടല്ലേ രുചി അറിയൂ. തിന്നുന്ന അന്ന് വരെ ആരും തിന്നിട്ടില്ല. ഈ സഹോദരി പറയുകയാണ്, നമ്മുടെ പൂർവ്വ മാതാവ് പറയുക, തിന്നുന്നതിന് മുമ്പേ ഇതാണ് പോരാട്ടം. പിടികിട്ടിയോ? ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ സ്വീറ്റ്നെസ് നമ്മളെ അങ്ങ് ബോധ്യപ്പെടുത്തും. പാപം ചെയ്യുന്നതിന് മുമ്പ് പാപത്തിനൊരു രസമുണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തും. ജഡത്തിന്റെ ആഗ്രഹത്തിനൊരു രസമുണ്ടെന്ന് ബോധ്യപ്പെടുത്തും. ജഡത്തിന്റെ ചിന്തകൾക്കൊരു സന്തോഷമുണ്ടെന്ന് ബോധ്യപ്പെടുത്തും. അങ്ങനെയാ വശീകരിക്കുന്നേ. പിടികിട്ടിയോ? ചെയ്യണ്ട, ചെയ്യാനുള്ള ടെൻഡൻസി അതൊരു എന്താ പറഞ്ഞേ, ഉള്ളിലുള്ള സംഘർഷമല്ല, അതിൻ്റെ ഒരു സന്തോഷമാ. പാപം ചെയ്യാനുള്ള ഒരു സന്തോഷം. ഇത് ഈ ശരീരത്തിന്റെ സംഭാവനയാണ്. അതിനെയാണ് ജയിക്കേണ്ടുന്നത്. പൗലോസ് പറയുക, പാപത്തെ ജയിക്കുന്നതിൽ നിങ്ങൾ പ്രാണൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും എതിർത്ത് നിൽക്കണം. കാരണം നമ്മുടെ അകത്ത മനുഷ്യന് വേണ്ടിയാണ് നമ്മൾ ഇരിക്കുന്നത്, പുറത്തെ മനുഷ്യന് വേണ്ടിയല്ല കേട്ടോ. ഈ മനുഷ്യന്റെ സന്തോഷമല്ല, അല്പനേരത്തേക്കുള്ളിൽ ആനന്ദമല്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇതിന് അല്പനേരത്തേക്കുള്ളൊരു സന്തോഷത്തിന് വേണ്ടി അകത്ത സന്തോഷം നഷ്ടപ്പെടുത്തല്ലേ. അകത്ത സന്തോഷം അത് തീരാത്ത സന്തോഷമോ? അതാണ് നമ്മൾ അറിയേണ്ടുന്നത്. അകത്ത സന്തോഷം തീരാത്ത സന്തോഷമാ. പുറത്തെ സന്തോഷത്തിന് വേണ്ടി അകത്തത് കെടുത്തിക്കളയല്ലേ. അതാണ് നമ്മളുടെ പോരാട്ടം. പ്രിയമക്കളെ, വാത്സല്യ സഹോദരി സഹോദരന്മാരെ, പുറത്തെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ ശരീരം പ്രേരിപ്പിക്കുമ്പോ അകത്ത സന്തോഷം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ബോധ്യത്തിൽ അതിനെ പിടിച്ചടക്കണം. പൗലോസ് പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കിയിരിക്കുന്നു. ഇതൊരിക്കലും കീഴ്പ്പെടുകയല്ല കേട്ടോ. കലഹക്കാരിയായ സ്ത്രീയെ ഒതുക്കാൻ ശ്രമിക്കുന്നവൻ കാറ്റിനെ ഒതുക്കുന്നെന്ന് പറഞ്ഞ പോലെ പാപത്തിന്റെ വാസനയുള്ള ശരീരത്തെ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ പിന്നൊരിക്കലും പിടിച്ചു കെട്ടാൻ ഒക്കത്തില്ല. അയ്യോ, അതാണ് പോരാട്ടം കേട്ടോ. സ്വത്രം സ്വത്രം സ്വത്രം. നമ്മുടെ ഹൃദയത്തിന്റെ വിശുദ്ധി, അകത്ത മനുഷ്യന്റെ വിശുദ്ധി, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ വികാരങ്ങൾ കേട്ടോ, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാം നമ്മെ തകർത്തു കളയുന്നതാ. എന്നാൽ ഇവയെ പിടിച്ചടക്കാൻ നാം ശക്തിയോടെ നിൽക്കേണ്ടത് അകത്ത മനുഷ്യന്റെ വിടുതൽ വേണ്ടുക. സ്തോത്രം 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 സ്തോത്രം. അതിനെ അങ്ങ് അഴിച്ചു വിട്ടേച്ച് ഒരുപാട് ഗ്ലോറി പറഞ്ഞത് കൊണ്ട് ഒരു കാര്യമില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഇന്ന് പകൽ ഈ വിശുദ്ധ ആരാധനയിൽ ഓർത്തുകൊള്ളുക, നമ്മുടെ അകത്ത മനുഷ്യന്റെ വില സകല ലോകത്തെക്കാളുമാ. ഈ പുറത്തെ മനുഷ്യ, ഈ ശരീരമല്ല കേട്ടോ, ഈ കാണുന്നതൊന്നും അല്ല. പൗലോസ് പറഞ്ഞ എന്താ? 15:50
മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ, അപ്പൊ ദൈവരാജ്യത്തെ അവകാശമാക്കുന്നത് അകത്ത മനുഷ്യനാണ്. ആ അകത്ത മനുഷ്യൻ ഈ പുറമേ ഉള്ളവനോട് യാത്ര പറയുമ്പോ കേട്ടോ, അകത്ത മനുഷ്യൻ ഒരു ശരീരം ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതാണ് കൊരിന്ത്യ ലേഖനം 2 കൊരിന്തി 5:1. കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോകും. ഇത് ദ്രവത്വമുള്ളതോ, ഇത് ദാസ്യത്വമാണ്. എന്നാൽ ഇതഴിയുമ്പോ ദ്രവത്വമില്ലാത്തതും ദാസ്യത്വമല്ലാത്തതുമായ തേജസ്സിന്റെ ശരീരം എനിക്ക് ഒരുക്കിയിട്ടുണ്ട്. അതറിയുമ്പോഴാണ് നമ്മൾ സന്തോഷിക്കുന്നത്. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, ഞാനിപ്പോൾ പാനീയയാഗമായി ഒഴിക്കപ്പെടുവാൻ പോകുകയാ. ആ സമയത്ത് പറയുക, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ, റിജോയ്സ് ഇൻ ദ ലോർഡ് ആൾവേസ്. തലചേരിക്കപ്പെട്ട് രക്തമൊഴുക്കി മരണത്തിന് വിധിക്കപ്പെടുമ്പം പൗലോസ് പറയുക, ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു, എപ്പോഴും സന്തോഷിക്കുന്നു. വാളിന്റെ വായ്ത്തല കൊണ്ട് തല ഛേദിക്കപ്പെടുമ്പോഴും എനിക്ക് ദുഃഖമില്ല, ഈ ശരീരത്തെ ഞാൻ ജയിച്ചവനാണ്. പൗലോസ് അതാ പറയുന്നത്, ഞാൻ എന്റെ ഓട്ടം തികച്ചു, എന്റെ വിശ്വാസം ഞാൻ കാത്തു. എന്താ ഓട്ടം? എന്താ? ഈ ശരീരത്തെ ജയിക്കുന്ന ഓട്ടം. ഗത്സമനയിൽ കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട് കേട്ടോ. പാപത്തെ മുഴുവൻ ഒരു പാനപാത്രം പോലെ യേശു കർത്താവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പാനം ചെയ്യാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ ഭീകരത മനസ്സിലാക്കിയ കർത്താവ് കഠിനവേദനയിൽ തൻ്റെ ഹൃദയം പൊട്ടിയുള്ളൊരു പ്രാർത്ഥനയുണ്ട്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. നമുക്ക് ലഭിച്ച രക്ഷയുടെ വലിപ്പം അറിയണമെങ്കിൽ ആ പ്രാർത്ഥനകളൊന്ന് പലപ്പോഴും ആവർത്തിച്ച് ശ്രദ്ധിക്കണം. കഴിയുമെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഈ പാനപാത്രം ഒന്ന് നീക്കണം. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. പ്രസംഗിക്കുന്ന എൻ്റെ പാപത്തിന്റെ ആ ഫലങ്ങൾ കൂടി ആ പാനപാത്രത്തിനകത്തന്റെ യേശു അനുഭവിപ്പാനിടയായെങ്കിൽ അവൻ അനുഭവിച്ചതിന്റെ ഫലമാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ ആത്മീയ സന്തോഷം കേട്ടോ. എന്റെ പാപങ്ങളെയും ആ പാനപാത്രത്തിൽ ദൈവം ഉൾക്കൊണ്ടു. സ്തോത്രം, സ്തോത്രം. ആത്മാവിന്റെ രക്ഷ എത്ര വലിയതാണ്. ആ രക്ഷയുടെ സന്തോഷം അറിഞ്ഞ പൗലോസ് പറയുകയാണ്, സ്തോത്രം, ആ സന്തോഷം എന്നെ അറിയിച്ചത് എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല, സർവശക്തനായ ദൈവമാണ്. ആ ദൈവം പറയുകയാണ്, നീ എന്നെ കണ്ടതിനും. അതുകൊണ്ട് തീർന്നില്ല, ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാവാനിരിക്കുന്നതിന്. ആ 2 വേർഡുകൾ തമ്മിലൊന്ന് ശ്രദ്ധിച്ചു പഠിച്ചാൽ, കണ്ടതിനേക്കാൾ കൂടുതൽ എന്താ ഇനി കാണാനുള്ളത്? കണ്ടതിനേക്കാൾ കൂടുതലാണ് ഇനി കാണാനുള്ളത്. ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ കണ്ടതല്ല, അതിലും കൂടുതൽ ഇനി കാണാൻ കിടക്കുക. ആ സന്തോഷം അറിയുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അവൻ നാം കണ്ടതല്ല, ഇനി അവൻ ആരാണെന്ന് ഇനി കാണാൻ പോകുകയാ. ആ സന്തോഷം അറിയുന്നവര് എന്റെ കർത്താവിനെ സ്തുതിച്ചെന്ന് ആരാധിച്ചാട്ടെ. ആ കണ്ട സ്റ്റെപ്പിലല്ല, അതിനപ്പുറം ഒരു ദൈവപ്രവൃത്തി ഉണ്ട്. അതെല്ലാം തുറന്ന് കർത്താവിനെ ഒന്ന് കരങ്ങളെ അടിച്ച് ആത്മാവിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിച്ചാട്ടെ. നീ എന്നെ കണ്ടതിലും. ഹല്ലേലൂയ. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ഞാൻ കണ്ടു. ഇനിയാണ് ദൈവപ്രവൃത്തി കാണാൻ പോകുന്നത്. അന്ന് കണ്ട സൂര്യനെ കവിയുന്ന ഒരു തേജസ്സ, പക്ഷെ അവന്റെ പ്രവൃത്തി, ആ ദൈവത്തിന്റെ പ്രവൃത്തി പിന്നീട് അങ്ങോട്ട് കണ്ട പൗലോസ് പറയുക. നമ്മളൊന്ന് എടുത്തു നോക്കിയേ,
ഓരോ അനുഭവങ്ങളൊന്നും എടുത്തു നോക്കി. എനിക്കതെല്ലാം പറയണമെന്നുണ്ടെങ്കിൽ സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് കേട്ടോ. നമ്മൾ ആ കണ്ടു കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുക അല്ല, ഇനിയാണ് കാണാനുള്ളത്. തമ്പുരാൻ പറയുക, നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാകാൻ പോകുകയാ. ആമേൻ. നിന്റെ വേദനയിൽ ഞാൻ ആരാണെന്ന് പ്രത്യക്ഷനാകാൻ പോകുകയാ. നിന്റെ ഭാരത്തിൽ ഞാൻ ആരാണെന്ന് പ്രത്യക്ഷനാകാൻ പോകുകയാ. നിന്റെ ഞെരുക്കത്തിൽ ഞാൻ ആരാണെന്ന് പ്രത്യക്ഷനാകാൻ പോകുകയാ. നിന്റെ അപമാനത്തിൽ ഞാൻ ആരാണെന്ന് പ്രത്യക്ഷനാകാൻ പോകുകയാ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഓരോ സന്ദർഭത്തിലും ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തി കാണിക്കുവാൻ പോകുകയാണെന്ന് അവൻ പൗലോസിനോട് കർത്താവ് പറയുമ്പോ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് പകൽ എനിക്കും നിനക്കും വേണ്ടി ഓരോ പ്രതിസന്ധിയുടെ നടുവിലും അവൻ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമെന്ന് ആത്മാവിൽ അറിയുന്ന ദൈവമക്കള് ആത്മാവിൽ കർത്താവിനെ സ്തുതിച്ചാരാധിക്കട്ടെ. അവൻ നീ ഒറ്റയ്ക്കല്ല, ഓരോ ഘട്ടത്തിലും നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാ. സ്തോത്രം, സ്തോത്രം. ആ മർമ്മം നമ്മളൊന്ന് അറിയണം. എരിയുന്ന തീച്ചൂളയിലാണോ, അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനാകും. വായ് പിളർന്ന സിംഹമാണോ, അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനാകും. രോഗശയ്യയാണോ, അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനാകും. പീഡനത്തിന്റെ നടുവിലാണോ, അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനാകും. അവൻ രക്ഷപ്പെടണമെന്നുള്ള ആശ അറ്റമായോ, അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനാകും. യേശുവിന്റെ നാമത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ മനം കലങ്ങിയിരിക്കുന്ന ആരെങ്കിലും ഇന്ന് മകളെ ശ്രദ്ധിക്കുമെങ്കിൽ ആത്മാവിൽ പറയട്ടെ, അവൻ നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവമാ. യേശുവിന്റെ നാമത്തില് ആത്മാവിന്റെ വിടുതൽ ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ദൈവ സന്തോഷം വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ കൃപയുടെ മഹാത്മ്യം ഇന്ന് പകൽ ഇതിനകത്ത് വെളിപ്പെടട്ടെ. ദൈവം പ്രത്യക്ഷനാകും. ആമേൻ, ആമേൻ. സ്തോത്രം. കർത്താവിന്റെ പ്രവൃത്തി വലുതാ. അതൊക്കെ ഓരോ ഘട്ടത്തിലും അനുഭവിച്ചറിയുന്നത് കൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അബ്രഹാമിനോടൊന്ന് ചോദിച്ചേ, അബ്രഹാം ഒരു മറുപടി പറയും. വിശ്വാസികളുടെ പിതാവൊക്കെയാ. പക്ഷെ അബ്രഹാമിനെ അത് മാത്രമല്ല, ആ പിതാവാക്കാൻ അവൻ കൊടുത്ത വില ഭയങ്കരമാണ്. ദൈവിക പ്രത്യക്ഷത കാണണമെങ്കിൽ നമ്മൾ വില കൊടുക്കണം. റോമാലേഖനം ഒന്നെടുത്ത് അതിന്റെ 4-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? വേഗം ഒന്ന് വായിച്ചാട്ടെ. നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അത് നമുക്ക് ഒത്തിരി സന്തോഷം തരുന്നതാ. ആ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു എന്ന് പറയുന്നതിന്റെ ആഴമറിയണേ അടുത്ത വാക്യം ഒന്ന് വായിക്കണം. ഒന്ന് വായിച്ചേ. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയത്. കേട്ടോ, നിക്ക്. നമ്മളെല്ലാം പറഞ്ഞു വരുമ്പോ ആരുടെ ഗർഭപാത്രത്തിലോട്ട് സംസാരിക്കാൻ പോകത്തുള്ളൂ? സാറയുടെ. പക്ഷെ ഇവിടെ അബ്രഹാം പറയുക, എന്റെ ശരീരം അതിനേക്കാൾ മുമ്പേ നിർജീവമായി. അബ്രഹാം പറയുക, തന്റെ ശരീരം നിർജീവമായതും. അപ്പൊ എന്റെ ശരീരം നിർജീവമായി. അബ്രഹാമിന്റെ ശരീരം ആരോഗ്യമുള്ളതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവാവസ്ഥയല്ല. അവിടെ അബ്രഹാമിന്റെ നിർജീവാവസ്ഥ അബ്രഹാം പറയുക, എനിക്കിനി ഒരു പ്രതീക്ഷയില്ല. എനിക്കിനി ഒരു, ഒന്ന് ചേർന്ന് പറഞ്ഞാൽ, ഇനി എനിക്കൊരു പ്രതീക്ഷ ഇല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കി, ഇല്ലേ? അബ്രഹാം പറയും, ഇനി എനിക്കൊരു പ്രതീക്ഷയില്ല. ഇനി എന്തെങ്കിലും ഒരു പ്രതീക്ഷ വേണമെങ്കിൽ അടുത്ത ആൾക്കേലും ഒരു പ്രത്യാശയ്ക്ക് വക വേണ്ടേ? അതും ഇല്ല. പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ല. അതാണ് നിരാശ എന്ന് പറയുന്നത്. കേട്ടോ, ഒരു കണികയെങ്കിലും വേണ്ടേ? ഇല്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മെസൊപ്പൊത്താമിയയിലെ ഊരെന്ന പട്ടണത്തിൽ ഇരിക്കുമ്പം
തേജോമയനായ ദൈവം പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് 25 വർഷം കഴിഞ്ഞപ്പോ അബ്രഹാം പറയുക, വാഗ്ദത്തം എൻ്റെ മേലുണ്ട്, പക്ഷെ എനിക്ക് പ്രതീക്ഷയില്ല. ഇനി സാറയ്ക്കെങ്കിലും ശേഷിയുണ്ടെങ്കിൽ അല്പം പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അതുമില്ല. ടോട്ടലി ഡെഡായി. ഇനി ഒന്ന് വിശ്വസിച്ച് നോക്കിയേ. നമ്മുടെ മലയാള ഭാഷയെ പറഞ്ഞാൽ ഇമ്മിണി പുളിക്കും. ഒരു പ്രതീക്ഷയില്ലാത്തടത്തൊന്ന് വിശ്വസിക്കാൻ പോയാൽ, അങ്ങനെ ഒരാളെ നമുക്കറിയാം, യോബ് അല്ലേ? 10 ശവപ്പെട്ടി മുമ്പിൽ നിരത്തി വെച്ച് ഉള്ളതെല്ലാം നശിച്ച് ശരീരത്തിന്റെ ഉള്ളങ്കാൽ മുതൽ ഉച്ചി വരെ വ്രണം ബാധിച്ച് ഓട്ടുകഷ്ണം കൊണ്ട് പുഴുക്കളെ ചുരണ്ടിയെടുക്കുമ്പോൾ ഒരാൾ ചെന്ന് പറഞ്ഞു, ഇനിയും നിന്റെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കണോ? നീ നിന്റെ ദൈവത്തെ തള്ളിപ്പറഞ്ഞേച്ച് പോയി ചത്തുകള. എന്നാ ഈ പെണ്ണുമ്പുള്ള ദൈവത്തെ തള്ളാതെ പോയി ചത്താ പറയുന്നത് എന്നോ ക്രൂരതയാ പറഞ്ഞു നോക്ക്. നീ നിന്റെ ദൈവത്തെ തള്ളിപ്പറഞ്ഞേച്ച് പോയി. അപ്പം യോബ് പറയുക, ചൊറിഞ്ഞുകൊണ്ട് പറയുക, നീ ഒരു പൊട്ടിയെ പോലെ. അദ്ദേഹത്തിന്റെ ആ വിശ്വാസത്തിന്റെ ആഴം ഞാനിങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. പുള്ളി ഇരുന്ന് നീ പൊട്ടിയെ പോലെ എന്ത് ചെയ്യാതെ അപ്പോഴും താനിരുന്ന് ചുരണ്ടുക. നിങ്ങളൊന്ന് നോക്കിയേ, യോബ് ആ പുസ്തകത്തിൽ പറയാം, 6-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ദൈവാത്മാവ് എന്നെ ഓർപ്പിച്ചത് കൊണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക. അതിന് യോബ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, അയ്യോ എന്റെ വ്യസനം ഒന്ന് തൂക്കി നോക്കി, അയ്യോ എന്റെ വ്യസനം ഒന്ന് തൂക്കി നോക്കിയെങ്കിൽ, എന്റെ വിപത്ത് സ്വരൂപിച്ച് തുലാസിൽ വെച്ചെങ്കിൽ, അത് കടൽപ്പുറത്തെ മണലിനേക്കാൾ ഭാരമേറുന്നതും, അതുകൊണ്ട് എന്റെ വാക്ക് തെറ്റിപ്പോകുന്നു, സർവശക്തന്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു. അപ്പൊ എന്റെ ഭാരമെല്ലാം കൂടെ എടുത്തൊന്ന് തൂക്കി നോക്കിയാൽ അത് കടൽപ്പുറത്തെ മണലിനേക്കാൾ ഭാരമേറിയതാണ്. എന്നാലും യോബ് പറയുക, വാക്കുകൊണ്ട് പോലും ഞാൻ അവനെ തള്ളി പറയല. അതാണ് വിശ്വാസത്തിന്റെ ഉറപ്പെന്ന് പറയുന്നത്. നമ്മുടെ ഭാരം അതികഠിനമായിരിക്കാം, പക്ഷേ ഹൃദയത്തിനകത്ത് പോലും ദൈവത്തോട് പിറുപിറുക്കാതെ ആത്മാവിൽ സന്തോഷിപ്പാൻ കഴിഞ്ഞാൽ, എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, ആ വിടുതൽ നിനക്ക് അവകാശമാ. പിറുപിറുക്കാതെ അല്ലേ, തള്ളിപ്പറയാതെ, അവൻ സംശയിക്കാതെ ആത്മാവിൽ ആരാധിച്ചു നോക്കിയേ. ശരീരത്തിന്റെ നിർജീവാവസ്ഥ ദൈവത്തിന് വിഷയമല്ല. സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവാവസ്ഥ എന്റെ ദൈവത്തിന് വിഷയമല്ല. എന്റെ ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹൃദയം താഴ്ന്ന നന്ദിയോടെ ആ കർത്താവിനെ ഒന്ന് സ്തുതിക്കാനാദിക്കേ. അവൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. കടൽപ്പുറത്തെ മണലിനേക്കാൾ ഭാരമേറിയ വേദനയുണ്ടെങ്കിലും വാക്കുകൊണ്ട് പോലും ദൈവസന്നിധിയിൽ തനകന്നു പോയില്ല. കാരണം എന്താ? സ്തോത്രം. അതിന്റെ 9-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം എന്തുകൊണ്ടാ അത് പറഞ്ഞത്? യോബ് അതങ്ങനെ ഒന്നും പിറുപിറുക്കാതിരുന്നത് എന്തുകൊണ്ടാ? യോബ് പറയുകയാ, അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളെയും എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെയും ചെയ്യുന്നു. എന്റെ വ്യസനം അതിഭാരമായിരിക്കാം, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നവനുണ്ടല്ലോ, അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളെ ചെയ്യുന്നവനോ. ഇന്ന് പകലാത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹൃദയത്തിനകത്ത് നിന്ന് ആ സന്തോഷത്തിൽ എന്റെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാനായിപ്പോൾ കഴിയുമോ? എടുക്കാൻ കഴിയാത്ത വേദനയുണ്ട്, സഹിക്കാൻ കഴിയാത്ത ഭാരമുണ്ട്. എന്നാൽ നീ ആരാധിക്കുന്ന കർത്താവ് അവൻ എണ്ണമില്ലാത്ത അത്ഭുതം ചെയ്യുന്നവനോ.
ഒന്നുമില്ലാത്ത അത്ഭുതം ചെയ്യുന്നവനാ. എടുക്കാൻ കഴിയാത്ത വിഷയങ്ങളുണ്ട്, സഹിക്കാൻ കഴിയാത്ത ഭാരമുണ്ട്. കടൽപ്പുറത്തെ മണലിനേക്കാൾ ഭാരമുള്ള വേദനകൾ എനിക്കുണ്ട്. പക്ഷെ ഞാൻ പിറുപിറുക്കാത്ത എന്താണെന്നറിയാമോ? എന്റെ ദൈവം ആരാഞ്ഞുകൂടാത്തവൻ കാര്യം ചെയ്യുന്നവനാ. അവൻ എന്തമില്ലാത്ത അത്ഭുതം ചെയ്യുന്നവനാ. അവൻ എന്നെ അറിയുന്ന ദൈവമാ. ഞാൻ ഇരിക്കുന്നത് വരുന്നേൽക്കുന്നതും അറിയുന്ന ദൈവമാ. എന്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ ഒഴിവാക്കിയവനാ. അവന്റെ കരമാ എന്നെ നിർമ്മിച്ചത്. ഇന്ന് ഞാൻ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ആ വിടുതൽ നേരത്തെ വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി ഇന്ന് പലരും വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആ വിടുതലിനകത്ത് വ്യാപരിക്കട്ടെ പ്രത്യക്ഷമായി. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഒന്ന് ചിന്തിച്ചു നോക്കി. അതുകൊണ്ടാണ് യോബ് പറഞ്ഞത്, എനിക്ക് തള്ളിപ്പറയാനൊന്നും മനസ്സില്ല, ഞാൻ ചിന്തിക്കുന്നതിനേക്കാൾ വലിയ അത്ഭുതം ചെയ്യുന്നവനാണ് എൻ്റെ ദൈവം. അതവന്റെ ജീവിതത്തിൽ കണ്ടിട്ട് 42-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുക, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശ്യമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ആ അറിവുള്ള ദൈവമക്കളാണ് ആമേൻ കർത്താവിൽ സന്തോഷിക്കുന്നത്. ഒരു പ്രതിസന്ധിയിൽ തളർന്നു പോകുന്നവനല്ല, ഒരു ഭാരത്തിൽ വീഴുന്നവനല്ല, ഒരു സങ്കടത്തിൽ ഇടിഞ്ഞു പോകുന്നവനല്ല. എത്ര വലിയ പ്രതികൂലം വന്നാലും, എത്ര വലിയ പോരാട്ടം വന്നാലും അതിന്റെ നടുവിൽ നിർത്താൻ കഴിവുള്ള ഒരു ദൈവം എനിക്കുണ്ടെന്ന് ആത്മാവിൽ അറിയുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് പകൽ ആ കർത്താവിൽ സന്തോഷിപ്പോൾ അവൻ ഉള്ളങ്ങാണെന്നിപ്പോൾ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. കർത്താവിന് മഹത്വം. ദൈവം തമ്പുരാൻ നമ്മളെ നടത്തുന്നത്. ഒരു കാര്യം വ്യക്തമായിട്ട് ഞാൻ പറയാം. പൗലോസ് പറഞ്ഞത് ഇങ്ങനെയാണ്, ആ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ അദ്രിയ കടലിൽ രക്ഷപ്പെടുമെന്നുള്ള ആശ 275 പേർക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ ആ പൗലോസിന് നഷ്ടപ്പെട്ടില്ല. പൗലോസ് പ്രാർത്ഥിക്കുക. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് പ്രവർത്തിപ്പാൻ കണ്ണടയ്ക്കുന്നതിൻ്റെ 1000-ൽ-1 സെക്കൻഡ് മതി. നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന എത്ര മണിക്കൂർ കൊണ്ടാ? ഇങ്ങനെ ആക്കുന്നതിന് മുമ്പ് നമ്മൾ മാറുവച്ച കണ്ണിമിക്കുന്നതിനിടയിൽ എന്നെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ദൈവമാണ്. പിന്നെ കർത്താവിന് ഏതാണ്ട് ഡ്യൂറേഷൻ ഉള്ളതാണോ? കാലദൈർഘ്യം വല്ലതും വേണോ? സ്വത്രം, സ്വത്രം, സ്വത്രം. ഞൊടി നേരത്തേക്കുള്ളൂ. കണ്ണിമിക്കുന്നതിനിടയിൽ നാം രൂപാന്തരപ്പെടും. അത്ര മൈന്യൂട്ട് സെക്കൻഡ് കൊണ്ട് ദൈവം നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ വരുത്തുമെങ്കിൽ നമ്മുടെ ദൈവത്തെ ഒന്ന് കടന്ന് വിശ്വസിച്ച് നോക്കിയേ. കർത്താവിന് ഒരു കാര്യം അസാധ്യമല്ല. ഹല്ലേലൂയ. സ്തോത്രം. ഒരു അനുഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എൻ്റെ 2ാമത്തെ കുഞ്ഞ് രൂപസ് എന്നാ പേര്. അവനെ ബൈ ബർത്ത് എന്ന് പറഞ്ഞാൽ ഈ നഴ്സസ് എങ്ങാണ്ട് എടുത്തതിൻ്റെ കുഴപ്പമാണെന്നാണ് പറയുന്നത്. ഈ പിന്നെ ഡെലിവറി ആയ സമയത്ത് ഇങ്ങനെ കൈ പിടിച്ചെടുത്ത സമയത്ത് എങ്ങാണ്ട് ഈ കൈയുടെ ബോൺ നന്നായിട്ട് തിക്കി അതങ്ങ് ബെൻഡായിപ്പോയി. ബെൻഡായെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ ഇങ്ങനെ തിരിയുന്ന പോലെ അവൻ്റെ കൈ തിരിയത്തില്ല. അവൻ്റെ കൈ ഇങ്ങനെ തിരിയും. ഈ 2 പാരൽ ബോൺസ് അത് അങ്ങ് വളഞ്ഞു പോയി. ഒരെണ്ണം ഒന്ന് ഇങ്ങനെ ഇരിക്കുക. അതുകൊണ്ട് ഇങ്ങനെ തിരിയത്തില്ല. ഞങ്ങളതറിഞ്ഞ് ഏതാണ്ട് 1.5 വയസ്സ് കഴിഞ്ഞാൽ ഈ കൊച്ചിങ്ങനെ കാണിക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ച് തമാശയാണ്. അമ്മച്ചി പറഞ്ഞു, അയ്യോ കൊച്ചിൻ്റെ കൈക്ക് എന്തില്ല. ഞങ്ങൾ പിന്നെ ശ്രദ്ധിച്ചപ്പോഴാണ് കൈക്ക് കുഴപ്പമാണെന്ന് മനസ്സിലാകുന്നത്. വലത്തെ കൈയാണ്. ഞങ്ങൾ കൊണ്ടുപോകാൻ ഇനി ഒരു സ്ഥലമില്ല. ആന്ധ്രാക്കെട്ടിന് കൊണ്ടുപോയി, ഇസ്ലാം പെട്ടി കൊണ്ടുപോയി, എല്ലാ മെഡിക്കൽ കോളേജിലും ബോൺ സ്പെഷ്യലിസ്റ്റ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം കൊണ്ടുപോയി. ചെല്ലുന്നവരെല്ലാം പറഞ്ഞ് ഇനി ഇതൊന്നും ചെയ്യാൻ ഒക്കത്തില്ലെന്ന്. ഞാനും എൻ്റെ വൈഫ് ഹെൽനയും ഞങ്ങൾ തകർന്ന്, കൊച്ചു കുഞ്ഞിൻ്റെ കൈയല്ലേ, വലം കൈയല്ലേ, മുറിയിൽ വന്നിട്ട് വീട്ടിൽ വന്ന് തകർന്നിരുന്ന് കരയുക. ഈ കുഞ്ഞിനെ കാണുമ്പോൾ അവനെ ഒരു സങ്കടമാണ് എപ്പോഴും. അത്
ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഒറ്റ കാര്യമേ പ്രാർത്ഥിക്കുന്നുള്ളൂ, എൻ്റെ കുഞ്ഞ് ആ കൈ വെച്ച് എഴുതി പഠിക്കണം, ആ കൈ വെച്ച് വാരി കഴിക്കണം, എനിക്ക് വേറെ ഒന്നും വേണ്ട. എൻ്റെ കുഞ്ഞ് ആ കൈ കൊണ്ട് എഴുതണം, എൻ്റെ ആ കുഞ്ഞ് ആ കൈ കൊണ്ട് വാരി കഴിക്കണം, അത് മാത്രം മതി. കൈ എങ്ങനെ ഇരിക്കട്ടെ, പക്ഷെ കണ്ടാലൊന്നും അറിയത്തില്ല കേട്ടോ, അതുകൊണ്ട് ചെയ്യണമെന്ന്. നിങ്ങൾക്ക് കേൾക്കണോ? അവൻ ഈ മാർച്ച് 2 മെഡിക്കൽ കോഴ്സ് പൂർത്തീകരിക്കുന്ന ഫൈനൽ എക്സാം എഴുതുക. MBBS എക്സാം ചെട്ടിനാട് മെഡിക്കൽ കോളേജിലെ അവൻ ഫൈനൽ എക്സാം എഴുതുക. സ്തോത്രം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അവൻ ആ കൈ കൊണ്ടാ എഴുതുന്നത്, ആ കൈ കൊണ്ടാ വാരി കഴിക്കുന്നത്. നമ്മുടെ ദൈവം ആരാ? അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാ. ഇന്ന് പകൽ ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ച് ആരാധിക്കുക. കർത്താവിന് ഒരു കാര്യവും അസാധ്യമല്ല കേട്ടോ. നമ്മൾ കർത്താവിനെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യരുത്. കർത്താവിൻ്റെ പ്രവൃത്തിയെ നമ്മൾ കുറച്ച് കാണല്ലേ. കർത്താവാരാ? അവൻ ഉന്നതന്മാർക്കും ഇതേ ഉന്നതനും അവർക്കും ഇതേ അത്യുന്നതനുമായിരിക്കുന്ന ദൈവമാ. ആ ദൈവത്തെ രുചിച്ചറിയുവാൻ ഇന്ന് പകൽ ആത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. പൗലോസിനോട് പറയുക, നീ എന്നെ കണ്ടു, പക്ഷെ കാണേണ്ടതുപോലെ ഇനി നീ കാണാൻ പോവാ കേട്ടോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പൗലോസ് കർത്താവിനെ കണ്ട അനുഭവങ്ങളൊക്കെ ഒന്ന് പഠിക്കണം കേട്ടോ. മരിച്ചെന്ന് കരുതി ഉപദ്രവിച്ച് മരിച്ചെന്ന് കളഞ്ഞു പോയ പൗലോസ് അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനിടയായി. അവന്റെ ജീവിതത്തിൽ കടന്നുപോയ മേഖലകളിൽ മരിച്ചെന്ന് വിധി എഴുതിയവരെ ഉയർപ്പിക്കുവാനിടയായി, ഭൂതഗ്രസ്തരെ സൗഖ്യമാക്കുവാനിടയായി. അവന്റെ കയ്യിൽ കടിച്ചു തൂങ്ങിയ അണലിയെ കുടഞ്ഞു കളഞ്ഞിട്ട് നോക്കി നിൽക്കുന്നവരുടെ മുമ്പിൽ കാണാൻ കേടുവരാതെ നിൽക്കുന്ന ആ നിർത്തുന്ന ദൈവത്തെ അവൻ കാണുവാനിടയായി. എത്ര പേർ ഇന്ന് പകൽ ആ സന്തോഷത്തോടെ എന്റെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാരാധിക്കും. അവൻ കണ്ടതിനേക്കാൾ ഓരോ ഘട്ടങ്ങളിലും അവന് വേണ്ടി പ്രത്യക്ഷനായവൻ, അവന് വേണ്ടി ഇറങ്ങി വന്നൊരു ദൈവമുണ്ട്. കർത്താവിന് മഹത്വം. പൗലോസിനോട് കർത്താവ് പറയാ, ഇതൊക്കെ നിനക്ക് വേണ്ടി ചെയ്തതേ നീ ഇങ്ങനെ സന്തോഷിച്ചു പോവാനല്ല, മറിച്ച് ഇരുളിലിരിക്കുന്നവർക്ക് ആ വെളിച്ചം നീ വെളിപ്പെടുത്താനുണ്ട് കേട്ടോ. ആ ഭാഗം വായിച്ചങ്ങ് അവസാനിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ആ ഭാഗം ഞാൻ വായിച്ച ഭാഗം ഒന്ന് വായിച്ചങ്ങ് അവസാനിപ്പിച്ചാണ്. എന്താണ് വായിക്കുന്നത്? ജാതികളുടെ കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും, അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും. നിസാരമല്ല, നീ കണ്ടില്ലേ, ഇനി ഇതുപോലെ കാണാൻ കഴിയാതെ അന്ധതയിൽ കിടക്കുന്നവരുടെ കണ്ണ് നീ തുറപ്പിക്കണം. നമ്മളെ രക്ഷിച്ചതേ ആ രക്ഷയുടെ സന്തോഷം അനുഭവിച്ച് പാട്ടും പാടി പോവാനല്ല. ഈ കർത്താവിനെ അറിയാതെ പാപത്തിൽ കിടക്കുന്നവരെ അവർ യേശുവിനെ കാണാൻ ഞാനും നീയും ഒരു വഴിയായി മാറണം. അതാണ് നമ്മളെ രക്ഷിച്ചതിന്റെ പിന്നിലെ ഉദ്ദേശം. അല്ല ചുമ്മാതെ സങ്കീർത്തനം വായിച്ച് ആമേൻ സ്വോത്രം പറഞ്ഞ് ആഹാരം കഴിച്ച് കിടന്നുറങ്ങി ജോലിയും ചെയ്ത് കാശും ഉണ്ടാക്കി വീടും പണിഞ്ഞ് കാറും മേടിച്ച് മക്കളെ വലുതാക്കി പോകാനല്ല. ഈ സത്യം അറിയാതെ ആത്മീയ അന്ധത ബാധിച്ചവരുടെ കണ്ണുറപ്പാൻ കേട്ടോ. കർത്താവിന്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുമ്പ് ചിലരെങ്കിലും തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ നമ്മൾ അധ്വാനിക്കണം. സ്തോത്രം, സ്തോത്രം. സന്തോഷത്തോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ധൈര്യമായിട്ട് പറയണം, യേശു മാത്രം രക്ഷകൻ, യേശു മാത്രം സൗഖ്യമാക്കുന്നവൻ, യേശു പാപികളെ രക്ഷിക്കുന്നു. അവന് ദൈവമാ, അവൻ സത്യദൈവമാ, അവനിലല്ലാതെ നിത്യജീവൻ ഇല്ല. പറയണമെന്നേ. സ്തോത്രം. അടുത്ത വാക്കെന്താ വായിക്കുന്നേ? എന്നിലുള്ള വിശ്വാസത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവരുടെ ഇടയിൽ അവകാശം ലഭിക്കേണ്ടതിന് അവിടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിപ്പാൻ. കേട്ടോ, സാത്താന്റെ അധികാരത്തിൽ നിന്ന് ആര് പോണം? യെശയ്യാവിനോട് ചോദിച്ചു, ആർ എനിക്ക് വേണ്ടി? യെശയ്യാ പറഞ്ഞു, അടിയൻ ഇതാ
ഇതിപ്പോൾ 2ാമത്തെ മാസം, ഇതേതാ 3ാമത്തെ മാസം, 2ാമത്തെ. ഇനിയും 10 മാസം കിടക്കുക. ആയുസ്സും ആരോഗ്യവും തന്നാൽ എനിക്ക് അടുത്ത ആണ്ടർജി യോഗം ഇവിടെ നടക്കുമല്ലോ. നടക്കണം. കർത്താവ് വരാൻ താമസിച്ചാൽ നടക്കും. സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെടുന്നവരെ കൂടെ കൂട്ടിക്കൊണ്ട് വേണം ഇവിടെ വരാൻ. അല്ലാതെ ഇവിടെ ഇരുന്ന് റിജോയ്സ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നും. നിങ്ങൾ എന്നോട് പിണങ്ങിയാലും ഈ കർത്താവ് നല്ലവനാണെന്ന് ഒരാളെ ലക്ഷ്യം വെച്ചാൽ മതി. 10-40 പേര് പിടിച്ചപ്പോണ്ട്. 40 പേരുടെ ലക്ഷ്യം വെച്ചാൽ ഒരു 40 പേര് ഈ വർഷം ഇവിടെ വരും. ഒരാളെ മതി. നിങ്ങൾ ഈ ഖത്തർ മുഴുവൻ കൊണ്ടുവരാനൊന്നും ശ്രമിക്കണ്ട. ഞാൻ ഖത്തർ മുഴുവൻ നേടിയിട്ട് അടങ്ങും. നടക്കുന്ന കാര്യം വല്ലതും പറ. കർത്താവേ, ദൈവം എനിക്ക് ആയുസ്സും ആരോഗ്യം തന്ന ഈ ഇരുളിലിരിക്കുന്നവരിൽ ഒരാടെങ്കിലും പാപത്തിൻ്റെ അന്ധത ദൈവത്തിൻ്റെ കൃപയാൽ മാറുന്നതിന് എന്നെ നീ ഉപയോഗിക്കണേ. ഇതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരാകട്ടെ, നിങ്ങളുടെ സുഹൃത്തുക്കളാകട്ടെ, നിങ്ങളുടെ സഹോദരങ്ങളാകട്ടെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരാകട്ടെ, ആരുമാകട്ടെ, പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് അവനെ രക്ഷയിലേക്ക് നയിക്കാൻ എൻ്റെ നാവിനെ ഞാൻ ഉപയോഗിക്കുമെന്ന് സമർപ്പണമുള്ള ദൈവമക്കള് കണ്ണുകളെ അടച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങളെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. ആത്മാക്കളെ തരുവാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ ഈ സഭയെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആഗ്രഹങ്ങളെ അറിയുന്ന ദൈവം എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവെന്നോ എനിക്ക് ലഭിച്ച വെളിപ്പാടിനൊത്തവെന്നോ ഞാൻ അറിഞ്ഞ ക്രിസ്തുവിനെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ആത്മാവെന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയെ അറിയുവാൻ, സ്നേഹിക്കുവാൻ, പിൻപറ്റുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. ഞങ്ങളുടെ ആയുസ്സിൽ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായ നന്മകൾ ഞങ്ങൾക്ക് തന്നു. ഞങ്ങളെ വഴി നടത്തിയ എല്ലാ കൃപകൾക്കായി സ്തോത്രം. എന്നാൽ ഞങ്ങൾ അറിഞ്ഞ സത്യം അറിയാതെ പാപത്തിൽ മരിക്കുന്ന അനേകരുള്ള ഈ ലോകത്ത് ചിലരെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ ഞങ്ങളത് കൃപ ചെയ്ത് അനുഗ്രഹിക്കണമേ. അതിന് സമർപ്പിതമായി ഈ ജനത്തെ അങ്ങനെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. മുഴുമഹത്വം എടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. എനിക്കിവിടെ വരാനും ശുശ്രൂഷിക്കാനും കർത്താവിന് ദാസൻ നൽകിയ നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം. സഭയ്ക്ക് വന്ദനം. പ്രത്യേകിച്ച് സ്റ്റാൻലി പാസ്റ്ററെ ഓർത്ത് പ്രത്യേകം സ്തുതിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.